ദൈവത്തിനുമാകത്തം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ജയിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ സ്മുർന സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്. AD 170-നും 312-നും ഇടയിലുള്ള കാലഘട്ടത്തിലായിരുന്നു സ്മുർന സഭയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്മുർന എന്ന വാക്കിന് കയ്പ് അഥവാ മീറ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വളരെയധികം കഷ്ടതയിൽ കൂടി മരിച്ചു ജീവിച്ച ഒരു സഭയാണ് സ്മുർന. AD 64-ൽ നീറോ മുഖാന്തരം നടന്ന ആ പീഡ മുതൽ AD 310-ൽ ഡയോക്ലീഷ്യൻ നടത്തിയ പീഡ വരെയുള്ള 10 വലിയ പീഡകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ 10 ദിവസത്തെ പീഡ ഉപദ്രവത്തെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണെന്ന് ചിലര് പറയുന്നു. ഒടുവിലത്തെ 10 പീഡകളാണെന്നും 10 ദിവസം അവിടെ പ്രത്യേകം നിന്നിരുന്ന പീഡയാണെന്നും ഒക്കെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും വളരെയധികം പീഡയിൽ കൂടെയും ഉപദ്രവത്തിൽ കൂടെയും കടന്നുപോയതായ ഒരു സഭയാണ് സ്മുർന. യഹൂദ മതാനുസാരികള് ആയ സ്മുർനയിലെ ഒരു കൂട്ടര് ദൈവദൂഷണം പറയുകയും സാത്താനെ സേവിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏഷ്യ മൈനറിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും കൂടിയായിരുന്നു സ്മുർന എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അയലോന്യൻ ഗ്രേക്കറായിരുന്നു പുരാതന നിവാസികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. BC 627-ല് ലുദിയർ പുരാതന പട്ടണത്തെ നശിപ്പിച്ചു. BC 4-ാം നൂറ്റാണ്ടിൽ ആന്റിഗോണസും ലിസിമാക്കസും ചേർന്ന് പട്ടണത്തെ പുതുക്കി പണിയുന്നതായിട്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. പിന്നീട് ഈ പട്ടണം റോമിന്റെ അധീനത്തിലായി. പോളികാർപ്പ് രക്തസാക്ഷിയായത് ഈ സ്മുർനയിൽ വെച്ചാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ വളരെ പരിശോധനയിലൂടെ കടന്നുപോയതായ ഒരു സഭയാണ് സ്മുർന. ആ സ്മുർനയുടെ അനുഗ്രഹമായിട്ട് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും എന്നാണ് സ്മുർനയോട് പറയുന്നത്. അതെ, വളരെ പ്രതികൂലങ്ങളിൽ കൂടി ഈ സഭ കടന്നുപോയി. മറ്റ് എല്ലാ സഭകളെ കുറിച്ചും ചില കുറവുകൾ ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ സ്മുർനയെ കുറിച്ച് ഒരു കുറവും പറയുവാനായിട്ട് ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്രത്തോളം പരിശോധനയിലൂടെ അല്ലെങ്കിൽ ഒരു മരിച്ചു ജീവിച്ച ഒരു സഭയായിട്ട് അത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ചിലപ്പോൾ ആ രക്തസാക്ഷിത്വം തന്നെ വഹിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ, ഇപ്പോഴും നോർത്ത് ഇന്ത്യ പോലെയുള്ളതാകുന്ന ഇടങ്ങളിൽ അനേക ദൈവദാസന്മാർ രക്തസാക്ഷികളാകുന്നുണ്ട്. അനേകരുടെ സഭ ഒളിക്കപ്പെട്ട് പോകുന്നുണ്ട്. അവര് ഏതെങ്കിലും വൃക്ഷച്ചോട്ടിലിരുന്ന് ആരാധിക്കുന്ന ആരാധനകൾ, അതേപോലെ വഴിയോരങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ആരാധനകളൊക്കെയാണ് ഈ നൂറ്റാണ്ടിലും നമുക്ക് നോർത്ത് ഇന്ത്യ പോലെയുള്ള പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴും അങ്ങനെ മരിച്ചു ജീവിച്ചു പോകുന്ന അനേക സഭകളുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ എക്കാലത്തുമുള്ള കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവജനത്തോടുള്ള ദൂതാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, ജീവകിരീടം നീ പ്രാപിക്കും എന്നുള്ളത്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിൽ അടിപതറാതെ ദൈവമുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുന്ന ദൈവകുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കുക തന്നെ ചെയ്യും, അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവർക്കുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തിരുവചനം നമ്മെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവാകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല